ഹായ് ഗൈസ്, ഇറ്റ്സ് മീ എക്സ്പ്ലോറിംഗ് പാൻഡാജി. നമ്മളിപ്പം പൂപ്പാറയിൽ നിന്ന് ബോഡി മെട്ട് പോകുകയാണ്. അവിടെയാണ് ഒരു ചുരം കാണാനുണ്ട്. വളരെ സീനിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം നമ്മൾ പഴയ ഒരു KSRTC ബസ്സിൻ്റെ ഒരു യാത്ര. ഇപ്പോൾ ഇവിടെ കൂടുതലൊരു ഏലത്തോട്ട മേഖല. ഇതിൻ്റെ രണ്ട് ഭാഗത്തും മലയും കാര്യങ്ങളും. പിന്നെ അവിടെ ഇതിൻ്റെ താഴ്ഭാഗത്തൊരു ചെറിയ ലേക്ക് ഏരിയ ഉണ്ട്, ലേക്ക് ആൻഡ് ഡാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പൂപ്പാറയിൽ നിന്ന് ഏകദേശം 23 രൂപ ടിക്കറ്റ്. 12 to 15 കിലോമീറ്റേഴ്സ് ആയിരിക്കാം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 12 to 15 കിലോമീറ്റേഴ്സിലായിരിക്കും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് അവിടെ ഒരു നല്ലൊരു ഹൈവേ, നല്ല അടിപൊളി ഒരു ഹൈവേ പണിതിട്ടുണ്ട്. ഈ ഹില്ലി ഏരിയയിൽ കൂടെ നല്ല വളവും തിരിവായിട്ട് റൈഡേഴ്സിനൊരു ഹെവനാണ് ഇത്, ഈ ഒരു റൂട്ടെന്ന് പറയുന്നത്. ബൈക്ക് റൈഡേഴ്സ് ആൻഡ് കാർ റൈഡേഴ്സ്. ഇതാണ് KSRTC ബസ്സിലൂടെ ഉള്ളൊരു യാത്ര. നല്ല രസമുണ്ട്. എസ്പെഷ്യലി KSRTC ബസ് ഉണ്ടെങ്കിൽ ബസ്സിലൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ ഏരിയ കാണാൻ പറ്റും. അങ്ങനെ ഇതുണ്ടോ അവിടെ മൊത്തം, ആ സൈഡ് മൊത്തം നല്ല ഹിൽസ് ആൻഡ് വാലിയാണ്. അതിൻ്റെ ഹിൽസാണ്. ആ ഹിൽസിൻ്റെ കർവ് കാണാൻ നല്ല രസമാണ്. നല്ല നീറ്റായിട്ട് പണിത് വെച്ചിരിക്കുന്ന നല്ലൊരു ഹൈവേ ഇതാണ്. എന്താ ബൈക്ക് റൈഡേഴ്സ് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡ്. നല്ല ഷാർപ്പ് കേഴ്സ് ഉണ്ട് ഇവിടെ റൈഡേഴ്സിന് എടുത്തു പോകാൻ. പിന്നെ ഇവിടെ ഇതാണ് ഏലമാണ് കൂടുതലും. നമ്മളെ ടീ ഏരിയ കഴിഞ്ഞു. ഒക്കെ റോഡ്സ് ഉണ്ട്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പണിതിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പമുള്ള ആ സൈഡിലുള്ള തോട്ടം, ഈ കാണുന്ന വാലി, ഇവിടെ ഒരു നദി കാണാം, ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ആനയിറങ്ങൽ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്നാണ് തോന്നുന്നത്. മേ ബി അതായിരിക്കാം. നല്ല അടിപൊളി റൈഡാണ് ഇവിടെ. ബസ്സിലൂടെയുള്ള യാത്ര ഒരു അനുഭവം തന്നെയാണിത്. ബസ്സിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഇത്തരം മേഖലയിൽ ബസ് യാത്ര കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും. സാധാ ഭയങ്കര കൂടുതൽ ഹൈറ്റിലിരിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നുള്ള വ്യൂ കിട്ടും. ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ബോഡി മെട്ട്. ഇത് കേരള തമിഴ്നാട് അതിർത്തി. ഈ കാണുന്ന പോയിൻ്റ് ആണ് കേരളം. ഇവിടെ കിടക്കുന്ന ഈ ബാക്കിൽ ഒരു ആർച്ച് ബോർഡ് ഉണ്ടോ, ആ ആർച്ച് ബോർഡ് തമിഴ്നാട്. ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല കാറ്റാണ്. ഈ കാറ്റിൻ്റെ അടിക്കുന്ന ഇവിടെ നല്ല സൂപ്പർ അടിപൊളി സ്റ്റേജും ഉണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട്. കൂടുതൽ നല്ല ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് ഇതിലൂടെ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഗസ്റ്റുകളെല്ലാം ഈ വഴി യൂസ് ചെയ്യുന്നു. ഇവിടെ നേരെ പൂപ്പാറ, മുമ്പേ പോയി കണ്ട സ്ഥലം. അവിടെ നിന്ന് മൂന്നാർ, അടിമാലി, നെടുങ്കണ്ടം 3 റൂട്ടുണ്ട്. അതായത് പൂപ്പാറ എന്ന് വെച്ചാൽ 4 കൂടി ഒരു ജംഗ്ഷനാണ്. ഇവിടെ എസ്പെഷ്യലി ടൂറിസം ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കുറച്ച് ചെറിയ സംരംഭങ്ങൾ, ചെറിയ കോഫി ഷോപ്സ്, ബജ്ജിക്കട, ഫ്രൂട്ട് കട്ടിങ്സ് വിൽക്കുന്ന ഷോപ്സ്, പിന്നെ നട്ട്സ്, ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കടകൾ, ഒരു 10-20 കടകൾ കാണും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോകാം. ഇറ്റ്സ് മീ എക്സ്പ്ലോറിംഗ് പാൻഡാജി ഇൻ കേരള തമിഴ്നാട് ബോർഡർ. ഇതാണ് നല്ലൊരു അടിപൊളി റിസോർട്ട്. നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. ഇതാണ് ബോഡിമേട്ടിൻ്റെ കേരള ബോർഡറിൽ നിന്ന്, കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്ന കാഴ്ചകൾ. അത് കൂടുതൽ ആ ആനയിറങ്ങൽ ഡാമിൻ്റെ ആ ഭാഗമാണ് അതിൻ്റെ അപ്പുറം ഉള്ളത്. ആ വാലിയൊക്കെ ആനയിറങ്ങൽ ഡാമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അവിടെ ആ ഭാഗത്തു നിന്ന് വരുമ്പോൾ ആ ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ഭാഗം കണ്ടു. ഇവിടെ നല്ല ഹെയർ പിൻസ് അടുപ്പിച്ച് 2-3 ഈ ഹെയർ പിൻ കറങ്ങി ഈ വണ്ടി കയറി വരുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഒത്തിരി ബൈക്കേഴ്സ് ഇതിലൂടെ വരുന്നുണ്ട്. ഗേൾ ഫ്രണ്ട്സ്, ബോയ്സ് ഫ്രണ്ട്സ് മൂന്നാർ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ വരണം. ഇവിടെ വരുമ്പം നിങ്ങൾക്ക് നല്ല സീനിക്കായിട്ടുള്ള പ്ലേസസ് കാണാൻ പറ്റും. അതോടൊപ്പം നല്ല ഹാർഡ് ടേൺസും സീനിക്കായിട്ടുള്ള ഒരു ഡ്രൈവും കിട്ടും. ഇവിടെ കൂടുതലും പൂപ്പാറ വിട്ട് കഴിഞ്ഞാൽ ഫുൾ തമിഴ്നാട് സ്വദേശികളാണ്. ഇവിടെ പക്ക തമിഴ്നാട് കൾച്ചറാണ്. ഇവിടെ നമ്മളിപ്പം തമിഴ്നാട് ഏരിയയിലോട്ട് കടന്നു. ഇതാണ് എൻ്റെ ആർച്ച് എന്ന് പറയുന്നത്. ഇതേ കുറേ കപ്പിൾസൊക്കെ ഫോട്ടോ എടുക്കുന്നു. ഇതാണ് ആർച്ച്, ഇതാണ് ബോർഡർ. ഇവിടെ ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഏരിയയിലോട്ട് കടന്നു. ഇനി റോമിങ് ആയിരിക്കും. ഇറ്റ്സ് അമേസിങ് പ്ലേസ്.
താഴെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു കൊക്കയും അവിടെ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയാണ്. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. മിക്ക തമിഴ്നാട് ബസ്സുകളെല്ലാവരും ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തിടുന്നതാണ്. ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. എനിക്ക് പേഴ്സണലി ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടുകാരന് ഏറ്റവും ഇഷ്ടമുള്ള മലബാർ, സെക്കൻഡ് തമിഴ്നാട്ടുകാരാണ്. ഹോട്ടൽസിലോ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഏത് സ്ഥലത്തോ അല്ലെങ്കിൽ ഡ്രസ് ഷോപ്പിലോ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത ബന്ധു എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ അവർ വെൽക്കം ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അവിടെ കയറി സാധനം വാങ്ങിച്ചില്ലേ പോലും അവർക്ക് പ്രശ്നമല്ല. അപ്പം നമ്മൾ വടക്കേ മലബാറിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ വടക്കേ മലബാറിൽ നമ്മൾ തിരുവിതാംകൂറിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ദൂരെ നിന്നുള്ള ആൾക്കാർ ചെല്ലുന്നത് തന്നെ അവിടെ ഇഷ്ടമാണ്. അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ബില്ല് പോലും എത്ര നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ചെറിയ കടകളാണെങ്കിലും വലിയ കടകളാണെങ്കിലും ആ പൈസ വാങ്ങിക്കത്തില്ല. അതും വളരെ സാധാരണക്കാർ പോലും അവരുടെ ഗസ്റ്റ്, ദൂരെ നിന്ന് വരുന്ന ഗസ്റ്റിനെ വളരെ സ്നേഹമായിട്ട്, അതായത് യാതൊരു മറകളോ ഒന്നുമില്ലാതെ വളരെ സ്നേഹമായിട്ടാണ് വടക്കേ മലബാറുകാരും തമിഴ്നാട്ടുകാരും വെൽക്കം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ആ കാണുന്നതാണ് ആ വാലി. അതിലൂടെ ഒരു റോഡ് കാണാം. എൻ്റെ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ലെങ്കിലും ആ ഭാഗത്തോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഞാൻ ഇന്ന് ബോഡി വരെ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തേനി പോകണമെന്ന് ആഗ്രഹമുണ്ട്. സമയം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മളിപ്പോൾ മുമ്പേ കണ്ട ആ സ്ഥലം അല്ല കേരള ബോർഡർ. ഇതാണ് ശരിക്കും കേരള ബോർഡർ. ഇറ്റ്സ് ഇൻ 20 മീറ്റേഴ്സ് ഗ്യാപ്പ്. അത് നമ്മളെ കണ്ട സൈൻ ബോർഡിൻ്റെ ഒരു 20 മീറ്റർ അകലെ ഇവിടെയാണ് ഒരു ചെക്ക് പോസ്റ്റ് കാണുക. ഇവിടെ നിന്ന് കൂടുതൽ ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വാഹനങ്ങൾ, തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങൾ, മെയിൻലി ഗുഡ്സ് ആൻഡ് ടൂറിസ്റ്റ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാറിന് ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നത് കാണാം. തമിഴ്നാടിൻ്റെ ഏരിയയിലോട്ട് നമ്മളിപ്പം കടന്നു. അവിടെ ഒരു കോവിൽ കണ്ടു. ഇതിലൂടെ എപ്പോഴും ഗുഡ്സ് വാഹനങ്ങൾ വരുന്നവരും പിന്നെ ടാക്സി പെർമിറ്റിലുള്ള വാഹനങ്ങളെ നല്ല എപ്പോഴും ഒരു ചെക്കിംഗ് ഉണ്ടാവും. നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാവരും കറക്റ്റായിട്ട് വെക്കുക. ഇവിടെ കാണുന്ന ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂ വളരെ രസമാണ്. ആ വാലി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ വാലി ആൻഡ് ഹിൽസ് രണ്ടും കാണാൻ പറ്റും. ഇവിടെ തമിഴ്നാട് ഈ ഏരിയയിൽ കൂടുതലും പൂപ്പാറയിലോട്ടുള്ളൊക്കെ ഒരുപാട് ആ എസ്റ്റേറ്റിലെ തോട്ടങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണ്. ഇവിടെ ഒരു ആ കാണുന്നതാണ് തമിഴ്നാട് ഏരിയയിലെ പഴത്തോട്ടങ്ങളും പച്ചക്കറിത്തോട്ടം, പിന്നെ പലതരം കാർഷിക മേഖലയാണ്. കേരളത്തിൽ കൃഷി ചെയ്യുന്നതിൻ്റെ പല മടങ്ങ് കൃഷി. അവിടെ നോക്കുകയാണെങ്കിൽ ഹിൽസ് കാണാം. ഹിൽസിൻ്റെ എത്രമാത്രം സ്റ്റീപ്പ് കട്ടിങ് ആണെന്ന് അറിയുമോ അത്. പിന്നെ ഇവിടെ ബൈക്ക് യാത്ര ചെയ്യേണ്ട ഏറ്റവും വലിയ നിങ്ങൾ സഫിഷ്യൻറ്റ് ഫ്യൂവൽ നിങ്ങളുടെ വാഹനത്തിലുണ്ടായിരിക്കണം. പെട്ടെന്ന് അധികം വീതിയില്ലാത്ത വഴി, ഈ വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കെയർഫുള്ളായിരിക്കുക. പെട്ടെന്ന് വാഹനങ്ങൾ കയറി വരാം. ഗുഡ്സ് വാഹനങ്ങൾ ബൈക്ക് റൈഡേഴ്സിനൊരു ഹെവനാണ്. നിങ്ങൾക്ക് നല്ല റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. അഡ്വഞ്ചറസ് ആയിട്ട് റൈഡ് ചെയ്യുന്നവർക്ക് അതും ആസ്വദിക്കാൻ പറ്റും. വളരെ കെയർഫുള്ളായിരിക്കുക. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മുട്ടിന് നല്ല കോവിലുകളൊക്കെ കാണാം. വളരെ കളർഫുള്ളായിട്ടുള്ള കോവിൽ, മൾട്ടി കളർ പെയിൻറ് ചെയ്തിരിക്കുന്ന കോവിലിൽ, ആ കോവിലയിൽ ചെറിയ ശില്പങ്ങൾ, ചെറിയ കോവിലാണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളാണ് അത് കാണാൻ.